എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആദ്യത്തെ മൊഡ്യൂൾ 1 വരുന്ന കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്ന മൊഡ്യൂൾ 3 വരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റൂൾ അനാലിസിസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലിനിക്കൽ പാത്തോളജിയിൽ വരുന്നതാണ്. നമ്മൾ യൂറിൻ അനാലിസിസ് പഠിച്ചു, സ്പ്യൂട്ടം അനാലിസിസ് പഠിച്ചു. ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റൂൾ അനാലിസിസ് ആണ്. അപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ആ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് തന്നെയാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് പലരും കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം പേരിലോട്ട് വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റൂൾ അനാലിസിസ്, സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, മലം അല്ലേ? അപ്പോൾ സ്റ്റൂൾ അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. Stool is an important specimen for the diagnosis of diseases of gastrointestinal tract such as diarrhea, dysentery, parasitic infection, gastrointestinal bleeding, peptic ulcer, carcinoma, malabsorption syndromes. ഓക്കെ, അപ്പോൾ സ്റ്റൂൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്പെസിമൻ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിനെ ബാധിക്കുന്ന, അതായത് നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഡയറിയ, ഡിസെൻട്രി, പാരാസിറ്റിക് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിംഗ്, പെപ്റ്റിക് അൾസർ, കാർസിനോമ, മാലബ്സോർപ്ഷൻ സിൻഡ്രോംസ്, ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൂൾ എന്ന് പറയുന്ന സ്പെസിമൻ യൂസ് ചെയ്യുന്നത്. Test which reveal the presence of blood denotes an ulcerative lesion somewhere in the gastrointestinal tract, either inflammatory or as a result of cancer. അതായത് നമ്മളിപ്പോൾ സ്റ്റൂൾ അനാലിസിസ് ചെയ്തു, ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രസൻസ് ഓഫ് ബ്ലഡ് കാണാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അൾസറിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതൊരു ക്യാൻസറിനെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ് പ്രസൻസ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇനി എക്സാമിനേഷൻ ഓഫ് സ്റ്റൂൾ ഷോസ് ദ പ്രസൻസ് ഓഫ് പാരസൈറ്റ്സ് സച്ച് ആസ് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, വാരിയസ് ടൈപ്സ് ഓഫ് ടേപ്പ് വർംസ്, പിൻ വർംസ്, റൗണ്ട് വർം ആൻഡ് ഇറ്റ്സ് എഗ്. അതായത് നമ്മളിപ്പോൾ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രസൻസ് ഓഫ് പാരസൈറ്റ്സ് കാണാൻ പറ്റും. എങ്ങനെയുള്ള പാരസൈറ്റ്സാ? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, ആ പേര് പഠിച്ചിരിക്കണം. വാരിയസ് ടൈപ്സ് ഓഫ് ടേപ്പ് വർംസ്, പിൻ വർംസ്, റൗണ്ട് വർംസ്. ഓക്കെ, അതിൻ്റെ എല്ലാം പ്രസൻസ് നമുക്ക് സ്റ്റൂൾ അനാലിസിസിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി കളക്ഷൻ ഓഫ് സ്പെസിമെൻ, എങ്ങനെയാണ് നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്? എ പോർഷൻ ഓഫ് ഫ്രഷ് സ്പെസിമെൻ ഈസ് കളക്റ്റഡ് ഇൻ എ ക്ലീൻ വൈഡ് മൗത്തഡ് കണ്ടെയ്നർ വിത്ത് എ സ്പാറ്റുല. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് സ്പെസിമെൻ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള പാത്രത്തിലാണ്? ക്ലീൻ വൈഡ് മൗത്തഡ് കണ്ടെയ്നർ അല്ലേ? നമ്മൾ ഇത്രയും ക്ലാസ്സിൽ പഠിച്ചതാണ്. യൂറിൻ പഠിച്ചപ്പോഴും സ്പ്യൂട്ടം അനാലിസിസ് പഠിച്ചപ്പോഴും ഒക്കെ പറഞ്ഞതാണ്. വൈഡ് മൗത്തഡ് ആയിട്ടുള്ള വിത്ത് എ സ്പാറ്റുലയോട് കൂടിയിട്ടുള്ള ഒരു കണ്ടെയ്നറിലായിരിക്കണം നമ്മൾ എന്ത് കളക്ട് ചെയ്യേണ്ടത്? ഫ്രഷ് സ്പെസിമെൻ നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഏരിയാസ് കണ്ടെയ്നിങ് മ്യൂക്കസ്, ബ്ലഡ് ആൻഡ് പസ് ഷുഡ് ബി ഇൻകോപ്പറേറ്റഡ് ഇൻ ദി സ്പെസിമെൻ. അപ്പോൾ നമ്മൾ സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ അതിൽ മ്യൂക്കസും ബ്ലഡും പസ്സും എല്ലാം ഉൾപ്പെട്ട സ്പെസിമെൻ കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനാലിസിസ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ യൂറിനിൽ പഠിച്ചില്ലേ, അതുപോലെ ഫിസിക്കൽ അനാലിസിസ് ഉണ്ട്, കെമിക്കൽ ഉണ്ട്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ, അതിൻ്റെ നിറവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് സ്റ്റൂൾ ആണ് പറയുന്നത്. മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് ദി സ്റ്റൂൾ ഇൻവോൾവ്സ് കൺസിസ്റ്റൻസി, കളർ, ബ്ലഡ്, ഓർഡർ, pH എക്സെട്ര. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റൂൾ നമ്മൾ സ്പെസിമെൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസി, കളറ്, ബ്ലഡ് ഉണ്ടോ, ബ്ലഡിൻ്റെ അംശമുണ്ടോ, ഓർഡർ, അതിൻ്റെ സ്മെല്ല്, pH, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്ന എക്സാമിനേഷൻ കിട്ടുന്നത് അല്ലേ. അപ്പം അതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ദ പ്രസൻസ് ഓഫ് അഡൾട്ട് വർംസ് ഇൻ എ ഫ്രഷ്ലി പാസ്ഡ് സ്റ്റൂൾ. അപ്പോൾ ഒരു ഫ്രഷ്ലി പാസ്ഡ് സ്റ്റൂളിൽ കാണപ്പെടുന്ന അഡൾട്ട് വേംസ് ഏതൊക്കെയാണ്? അഡൾട്ട് സ്റ്റേജസ് ഓഫ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, എൻറ്ററോബിയസ് വെർമിക്കുലാരിസ്,
പ്രോഗ്ലോട്ടിഡ്സ് ഓഫ് ടീനിയ സ്പീഷ്യസ്. ഇപ്പോൾ പേരുകളൊക്കെ പഠിച്ച് വെക്കേണ്ടതാണ് കേട്ടോ, കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പഠിക്കണം. അപ്പോൾ അഡൾട്ട് സ്റ്റേജസ് ഓഫ് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, എൻറ്ററോബിയസ് വെർമിക്കുലാരിസ്, പ്രോഗ്ലോട്ടിഡ്സ് ഓഫ് ടീനിയ സ്പീഷ്യസ്, ഇതെല്ലാം നമുക്ക് ഫ്രഷ്ലി പാസ്ഡ് സ്റ്റൂളിൽ കാണപ്പെടുന്ന അഡൾട്ട് വേംസ് ആണ്. ഇസ് ഓൾസോ റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ വല്ലതും നമ്മൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഇനി അതാണ്, അത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഇനി കെമിക്കൽ എക്സാമിനേഷൻ. കെമിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടെസ്റ്റ് ഫോർ ഒക്കൾട്ട് ബ്ലഡ് ആൻഡ് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ്. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടോ നമുക്ക് കണ്ണുകൊണ്ട് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ബ്ലഡിൻ്റെ പ്രസൻസ് പറഞ്ഞു. പക്ഷേ കെമിക്കൽ എക്സാമിനേഷന് വരുന്നത് ഒക്കൾട്ട് ബ്ലഡ് ആണ്. ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അവിടെ ബ്ലഡിൻ്റെ പ്രസൻസ് കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കെമിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പ്രസൻസ് ഓഫ് ബ്ലഡിനെയാണ് ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒക്കൾട്ട് ബ്ലഡിൻ്റെ പ്രസൻസും റെഡ്യൂസിങ് സബ്സ്റ്റൻസസിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കെമിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് മേ ബി പ്രസൻറ്റ് ഹിഡൻ ഇൻ ദ സ്റ്റൂൾ കോൾഡ് ഒക്കൾട്ട് ബ്ലഡ്. ബ്ലഡ് സ്റ്റൂളിൽ ഹിഡൻ ആയിട്ട് ഒളിഞ്ഞിരിക്കുന്ന ബ്ലഡാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത ബ്ലഡിൻ്റെ പ്രസൻസിനെയാണ് നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് സീൻ ഇൻ മാലിഗ്നസീസ്, അൾസേഴ്സ്, ഹെമറോയിഡ്സ് എക്സെട്ര. അപ്പോൾ ഈ ഒക്കൾട്ട് ബ്ലഡ്, അതായത് പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഈ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാവുന്നത് എങ്ങനെയുള്ള ആളുകളിലാണ്? മാലിഗ്നൻസീസ്, അൾസർ, ഹെമറോയിഡ്സ് ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകളുടെയാണ് ഈ ഒക്കൾട്ട് ബ്ലഡിൻ്റെ പ്രസൻസ് കാണാൻ പറ്റുക. ഒക്കൾട്ട് ബ്ലഡ് ഇൻ സ്റ്റൂൾ വേർ ഡിറ്റക്റ്റഡ് ബൈ ബെൻസിഡൈൻ ബേസ്ഡ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒക്കൾട്ട് ബ്ലഡിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് ബെൻസിഡൈൻ ബേസ്ഡ് ടെസ്റ്റ്. ബെൻസിഡൈൻ ബേസ്ഡ് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അത് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഇസ് നോട്ട് യൂസ്ഡ് ഡ്യൂ ടു ദി കാർസിനോജെനിസിറ്റി ഓഫ് ബെൻസിഡൈൻ. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? ബെൻസിഡൈൻ എന്ന് പറയുന്നത് കുറച്ച് കാർസിനോജെനിക് ആണ്. ഓക്കെ, ക്യാൻസർ കോസിങ് ആണ്, കാർസിനോജെനിക് ആയിട്ടുള്ളത് കൊണ്ട് എന്താണ് അത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ബെൻസിഡൈൻ എന്ന് പറയുന്നത് കാർസിനോജെനിക് ആയതുകൊണ്ട് ആ ടെസ്റ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ഇറ്റ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ സ്ട്രിപ്പ് ടെസ്റ്റ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ ഒക്കൾട്ട് ബ്ലഡ് ആൻഡ് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ആണ്. അതിൽ ഒക്കൾട്ട് ബ്ലഡിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് മേ ബി പ്രസൻറ്റ് ഹിഡൻ ഇൻ ദി സ്റ്റൂളിൽ ഒളിഞ്ഞിരിക്കുന്ന ബ്ലഡാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റാത്ത ബ്ലഡാണ് ഒക്കൾട്ട് ബ്ലഡ്. ഈ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് മാലിഗ്നൻസീസ്, അതുപോലെ അൾസർ, ഹെമറോയിഡ്സ് ഒക്കെ ഉള്ളവരുടെ കേസിലാണ് ഒക്കൾട്ട് ബ്ലഡ് കാണാൻ പറ്റുക. ആ ഒക്കൾട്ട് ബ്ലഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെത്തേഡ് ബെൻസിഡൈൻ ബേസ്ഡ് ടെസ്റ്റ് ആണ്. പക്ഷേ ബെൻസിഡൈൻ എന്ന് പറയുന്നത് കാർസിനോജെനിക് ആയതുകൊണ്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താ? സ്ട്രിപ്പ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The presence of reducing substances is usually done in children suspecting lactose intolerance. അപ്പോൾ the presence of reducing substancesന്റെ presence is usually done in childrenലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്, സസ്പെക്ടിങ് ലാക്ടോസ് intolerance. Okay, the unabsorbed sugars in stool are measured as reducing substances. ആയിട്ട് മെഷർ ചെയ്യുന്നത് എന്താണ്? അൺഅബ്സോർബ്ഡ് ഷുഗർ ആണ്. സ്റ്റൂളിലുള്ള അൺഅബ്സോർബ്ഡ് ഷുഗർ ആണ് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ബെനഡിക്സ് ടെസ്റ്റ് ഈസ് കോമൺലി യൂസ്ഡ് എംപ്ലോയ്ഡ് ഫോർ ഡിറ്റക്ടിങ് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ്. അപ്പോൾ റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ്, ആ ടെസ്റ്റിൻ്റെ പേരുകളെല്ലാം ഓർത്തിരിക്കണേ. ബെനഡിക് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കൾട്ട് ബ്ലഡിൻ്റെ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത് സ്ട്രിപ്പ് ടെസ്റ്റ് ആണ്. ബെൻസിഡിൻ ഉപയോഗിച്ചിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ല, സ്ട്രിപ്പ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? ബെനഡിക്സ് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. ഫിസിക്കലും കെമിക്കലും കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. Microscopic examination of feces can be done by saline preparation and iodine preparation. രണ്ട് മെത്തേഡിലൂടെ നമുക്ക് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്താം, സലൈൻ പ്രിപ്പറേഷനിലൂടെയും അയഡിൻ പ്രിപ്പറേഷനിലൂടെയും. ഇറ്റ് ഹെൽപ്സ് ഡിറ്റക്ഷൻ ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സെൽസ്, ക്രിസ്റ്റൽസ്, പ്രൊട്ടോസോവ, ഓവ ഓഫ് ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്സ്. ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് സലൈൻ വെറ്റ് മൗണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഏതൊക്കെ? സലൈൻ പ്രിപ്പറേഷനിലൂടെയും നമുക്ക് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനും ചെയ്യാം, അയഡിനിലൂടെയും ചെയ്യാം, അയഡിൻ പ്രിപ്പറേഷനിലൂടെയും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഡയറക്റ്റ് സലൈൻ വെറ്റ് മൗണ്ട് ആണ്, സലൈൻ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സലൈൻ പ്രിപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ആദ്യം ചെയ്യുന്നത് പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് സലൈൻ ഓൺ ദ സ്ലൈഡ് എടുക്കുക. സ്ലൈഡിൽ എന്ത് ചെയ്യുക? ഒരു ഡ്രോപ്പ് ഓഫ് സലൈൻ ഒഴിക്കുക. Then pick up a small amount of fecal material on the end of an applicator stick. ഒരു ആപ്ലിക്കേറ്റർ സ്റ്റിക്കിൻ്റെ ഏറ്റവും എൻഡിൽ എന്ത് ചെയ്യാം? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഫീക്കൽ മെറ്റീരിയൽ എടുക്കുക. സ്റ്റൂളിൻ്റെ ഒരു സ്മോൾ എമൗണ്ട്, ഒരു ചെറിയൊരു പോർഷൻ സ്റ്റൂൾ എടുക്കുക ആപ്ലിക്കേറ്റർ സ്റ്റിക്കിൻ്റെ എൻഡിൽ.
ദെൻ എമൾസിഫൈ ഇൻ ദ സലൈൻ, സലൈനുമായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക, എമൾസിഫൈ ചെയ്യുക. ആൻഡ് കവർ വിത്ത് എ കവർ സ്ലിപ്പ്, എന്നിട്ട് എന്ത് ചെയ്യുക, കവർ സ്ലിപ്പ് വെച്ചിട്ട് കവർ ചെയ്യുക. ദെൻ എക്സാമിൻ ഓൺ ലോ ആൻഡ് ഹൈ പവർ, ലോ പവറിലും എക്സാമിൻ ചെയ്യുക, ഹൈ പവറിലും എക്സാമിൻ ചെയ്യുക. ദ സ്മിയർ ഷുഡ് ബി തിൻ ഇനഫ് ടു റീഡ് എ പ്രിന്റഡ് പേജ് ത്രൂ ഇറ്റ്. അപ്പോൾ സ്മിയർ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിരിക്കണം. ഓക്കെ, തിൻ ഇനഫ് ടു റീഡ് എ പ്രിന്റഡ് പേജ് ത്രൂ ഇറ്റ്. ഓക്കെ, അതിനുശേഷം എന്താണ്, ദ എൻറ്റയർ പ്രിപ്പറേഷൻ മസ്റ്റ് ബി എക്സാമിൻഡ് ഫോർ ദ പ്രസൻസ് ഓഫ് എഗ്സ്, ലാർവേ ആൻഡ് പ്രോട്ടോസോവ. അപ്പോൾ ഈ പ്രിപ്പറേഷൻ നമ്മൾ എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്യുന്നത്, അതിലൂടെ പ്രസൻസ് ഓഫ് എഗ്സ്, ലാർവേ ആൻഡ് പ്രോട്ടോസോവ ഇതെല്ലാം നമ്മൾ എക്സാമിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സലൈൻ വെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഒരു സ്ലൈഡ് എടുത്തു, അതിൽ സലൈൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു, അതിനുശേഷം കുറച്ച് ഫീക്കൽ മെറ്റീരിയലിൻ്റെ സ്മോൾ എമൗണ്ട് എടുത്തിട്ട് ഒരു ആപ്ലിക്കേറ്റർ സ്റ്റിക്കിൽ എടുത്തു, അതിനുശേഷം സലൈനുമായിട്ട് എമൾസിഫൈ ചെയ്തു, പിന്നെ ഒരു കവർ സ്ലിപ്പ് വെച്ച് കവർ ചെയ്തു, അതിനുശേഷം നമ്മൾ ലോ പവറിലും ഹൈ പവറിലും അത് എക്സാമിൻ ചെയ്തു. പിന്നെന്താണ്, അതിൻ്റെ എൻ്റയർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് എക്സാം ചെയ്യുന്നത്, പ്രസൻസ് ഓഫ് എഗ്സ്, ലാർവേ ആൻഡ് പ്രോട്ടോസോവ. അപ്പോൾ ഇത്രയാണ് സലൈൻ പ്രിപ്പറേഷനിൽ വരുന്നത്. ഇനി അയഡിൻ പ്രിപ്പറേഷനിൽ വരുന്നത് എന്താ നോക്കുക, അയഡിൻ വെറ്റ് എമൗണ്ട്. Iodine preparation is useful for the identification and differentiation of protozoal eggs and cyst. പ്രോട്ടോസോവൽ എക്സിൻ്റെയും സിസ്റ്റിൻ്റെയും ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടും ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അയഡിൻ പ്രിപ്പറേഷൻ. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ സലൈൻ പ്രിപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്, പ്രസൻസ് ഓഫ് എഗ്സ്, ലാർവേസ് ആൻഡ് പ്രോട്ടോസോവ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അയഡിൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിഫറൻസിയേഷൻ ഓഫ് പ്രോട്ടോസോവൽ എഗ്സ് ആൻഡ് സിസ്റ്റിനാണ് നമ്മൾ അയഡിൻ വെറ്റ് എമൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു സ്ലൈഡ് എടുക്കുക, പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് ല്യൂഗോൾസ് അയോഡിൻ. എന്താണ് ചേർക്കേണ്ടത്, നേരത്തെ നമ്മൾ സലൈൻ സൊല്യൂഷനാണ് പറഞ്ഞു അല്ലേ, ഒരു ഡ്രോപ്പ്. ഇവിടെ ല്യൂഗോൾസ് അയോഡിൻ സൊല്യൂഷൻ ആണ് സ്ലൈഡിൽ നമ്മൾ വെക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം, പിക്കപ്പ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫീക്കൽ മെറ്റീരിയൽ ഓൺ ദി ആപ്ലിക്കേറ്റർ സ്റ്റിക്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേറ്റർ സ്റ്റിക്കിൽ എന്ത് ചെയ്യണം, സ്മോൾ എമൗണ്ട് ഓഫ് ഫീക്കൽ മെറ്റീരിയൽ എടുക്കണം. പിന്നെ എമൾസിഫൈ ഇൻ ദി അയഡിൻ സൊല്യൂഷനുമായിട്ട് എമൾസിഫൈ ചെയ്യുക. ആൻഡ് കവർ വിത്ത് എ കവർ സ്ലിപ്പ് വെച്ചിട്ട് കവർ ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം, എക്സാമിൻ ഓൺ ലോ ആൻഡ് ഹൈ പവർ ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി പ്രീവിയസ് പ്രൊസീജിയർ. നേരത്തെ പോലെ തന്നെ ഹൈ പവറിലും ലോ പവറിലും വെച്ച് എക്സാമിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പ്രോട്ടോസോവൽ എക്സിനെയും സിസ്റ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇത്രയാണ് അയഡിൻ വെറ്റ് എമൗണ്ടിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് സ്റ്റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റൂൾ അനാലിസിസിൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പോർഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈസി ആയിരിക്കും, നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനും ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സെമൻ അനാലിസിസ് വരുന്നുണ്ട്, സ്പേം അനാലിസിസ് വരുന്നുണ്ട്, CSF വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് ഇതുപോലെ ചെറിയ പോർഷനായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്